ഹായ് വ്യൂവേഴ്സ്, നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഡോക്ടർ പത്മപ്രസാദ് സാറിൻ്റെയും ഡോക്ടർ ശ്രുതി മാഡത്തിൻ്റെയും വീട്ടിൽ ചെയ്ത ഇൻറ്റീരിയർ കാഴ്ചകൾ കാണാനാണ്. ഫസ്റ്റ് നമ്മൾ കയറി വരുമ്പോൾ വിശാലമായ ഒരു മുറ്റമാണ് ഇവിടെ ഉള്ളത്. സ്റ്റോൺസ് വിരിച്ച് മുറ്റം മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കയറി വരുമ്പോഴേ ലോങ് സിറ്റ് ഔട്ടാണ് വരുന്നത്. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വുഡ് ബീച്ച് കളർ മിക്സിലാണ് നമ്മൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ അകത്തേക്ക് കയറി വരുമ്പോൾ ഫോർമൽ ലിവിംഗ് സ്പേസ് ആണ്. ഇവിടെ നമ്മളൊരു 3+2 സീറ്റർ സോഫയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സെൻട്രലായിട്ട് നമ്മളൊരു ചെറിയൊരു കോഫി ടേബിളും ആണ് കൊടുത്തിട്ടുള്ളത്. പുറകിലത്തെ വാള് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫോട്ടോ ഫ്രെയിമാണ് നൽകിയിട്ടുള്ളത്. ഇത് സീലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വുഡൻ തീം വരുന്ന ഒരു സീലിംഗ് ആണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ആണ് നമ്മൾ പൂജ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. താഴെ സ്റ്റോറേജ്, വാളിലൊരു CNC വർക്ക് കൊടുത്ത് ലൈറ്റിംഗ് കൊടുത്താണ് നമ്മൾ പൂജ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു ചെറിയൊരു പാർട്ടീഷനും നമ്മൾ നൽകിയിട്ടുണ്ട്. അതിനുള്ളിൽ തന്നെ ഫ്ലൂട്ടൽ ഗ്ലാസും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പാർട്ടീഷൻ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇങ്ങോട്ട് വന്നാൽ നമ്മൾ ലിവിംഗിന് നേരെ കാണുന്നതാണ് നമ്മൾ TV യൂണിറ്റ്. ഈ ഒരു ഫുൾ വാള് നിറഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് നമ്മളിവിടെ TV യൂണിറ്റ് ചെയ്തിട്ടുള്ളത്. ബോട്ടത്തിൽ നമ്മൾ സ്റ്റോറേജ് വിത്ത് പ്രൊഫൈൽ ഷട്ടേഴ്സാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ടിൻറ്റഡ് ഗ്ലാസ് ആണ് ഷട്ടറിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വാളിൽ നമ്മളൊരു ബീച്ച് കളർ വരുന്ന ലൂവേഴ്സ് ആണ് സൈഡിൽ നൽകിയിട്ടുള്ളത്. സെൻറ്ററിൽ നമ്മൾ UV ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത്. സൈഡിൽ നമ്മൾ ചെറിയൊരു സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നാൽ അതിൻ്റെ ബാക്കിലായിട്ട് ചെറിയൊരു സ്പേസ് ഉണ്ട്. അതൊരു ചെറിയൊരു കോർട്ട്യാർഡ് പോലെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റോൺസ് പെബിൾസ് വിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. നമ്മുടെ ലിവിങ്ങും ഡൈനിങ്ങും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 പാർട്ടീഷനാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഒന്ന് ഇച്ചിരി വലിയ പാർട്ടീഷനും ഈ സൈഡിൽ ഒരു ചെറിയ പാർട്ടീഷനുമാണ് ചെയ്തിട്ടുള്ളത്. ഈ പാർട്ടീഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലൂട്ടഡ് ഗ്ലാസും പൗഡർ കോട്ടഡ് GI സ്ക്വയർ ട്യൂബും മിക്സ് ചെയ്താണ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയ നമ്മളൊരു 6 സീറ്റർ ഡൈനിങ് ടേബിളാണ് ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ ഒരു റൗണ്ട് ടേബിളാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ടോപ്പ് ഗ്ലാസ് ആണ് നമ്മൾ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു വാൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ ഒരു ഫോട്ടോ ഫ്രെയിമാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ സീലിംഗ് നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. വൈറ്റ് കളർ വരുന്ന ഒരു സീലിംഗ്, അതുപോലെ തന്നെ അതിൽ പാനൽ ലൈറ്റും കോവിനുള്ളിൽ വാം ടോണിലുള്ള സ്ട്രിപ്പ് ലൈറ്റുമാണ് കൊടുത്തിട്ടുള്ളത്. ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ കോമൺ വാഷ് വരുന്നത്. കോമൺ വാഷിൻ്റെ ബോട്ടം നമ്മൾ WPCയിലാണ് ചെയ്യുന്നത്. നമ്മൾ വെറ്റ് ഏരിയസ് എല്ലാം WPC ആണ്. അതായത് കിച്ചണിലാണെങ്കിലും ബാത്റൂം വാനിറ്റി, കോമൺ വാഷ്, ഇതിൻ്റെ എല്ലാം ബോട്ടം നമ്മൾ WPCയിലായിരിക്കും ചെയ്യുന്നത്. ഇതിൻ്റെ വാള് നമ്മൾ ലൂവേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. 2 വുഡനും ഒരു മാർബിൾ ഫിനിഷിലുള്ള വിത്ത് ഗോൾഡൻ ലൈൻസ് വരുന്ന ലൂവേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ പ്ലെയിൻ മിററാണ് കൊടുത്തിട്ടുള്ളത്. ജാഗ്വാറിൻ്റെ ബൗളും നൽകിയാണ് നമ്മൾ കോമൺ വാഷ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഇതാണ് നമ്മുടെ മോഡുലർ കിച്ചൺ വരുന്നത്. നമ്മളൊരു ഷേപ്പിലാണ് ഇവിടെ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കളർ ഒരു ബീച്ച് കളറാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. ബോട്ടം ബോക്സിൽ നമ്മൾ ആക്സറീസ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കട്ട്ലറി, കപ്പാൻ സോസർ, ഓയിൽ പുൾ ഔട്ട്, പ്ലെയിൻ ബാസ്ക്കറ്റ്. അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു പാൻട്രി യൂണിറ്റ്, ടോൾ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഓവർഹെഡ് സ്റ്റോറേജിൻ്റെ ബോട്ടത്തിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്റിങ് നമ്മൾ സീലിങ്ങിനാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങോട്ട് വന്നാൽ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ. ബോട്ടത്തിലാണ് സ്റ്റോറേജ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് സിങ്ക് വരുന്നത്. നമ്മുടെ കിച്ചണിൽ സിങ്കില്ല, നമുക്ക് വർക്ക് ഏരിയയിലാണ് നമ്മൾ GTPT നൽകിയിട്ടുള്ളത്. നമ്മൾ ഡൈനിങ് ഏരിയയിൽ ഇങ്ങോട്ട് വരുമ്പോഴാണ് മാസ്റ്റർ ബെഡ്റൂം. അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൻ്റെ ഡൈനിങ് ഏരിയയിലേക്ക് ഒരു ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട്. നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഓപ്പണിങ്ങും നമ്മൾ അവിടെ നൽകിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. നമ്മൾ കയറി വരുമ്പോഴേ കാണുന്നത് ഒരു കിങ് സൈസ് കോട്ട് ആണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹെഡ് ബോർഡിൽ നമ്മൾ കുഷ്യൻ വർക്ക് നൽകിയിട്ടുണ്ട്. ഹെഡ് സൈഡ് വാള് ഫുള്ള് വരുന്ന രീതിയിലാണ് നമ്മൾ പാനൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അത് ലൂവർ, പ്ലൈവുഡ് പാനലിങ്, അതുപോലെ തന്നെ അതിൽ തന്നെ ഗോൾഡ് സ്ട്രിപ്പും നമ്മുടെ ഗോൾഡൻ മിറർ ഫിനിഷ് വരുന്ന പാനലിങ്ങും കൊടുത്താണ് ഹെഡ് സൈഡ് വാള് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബെഡ്റൂമിൽ 4 ഡോർ വാർഡ്രോബാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ബീച്ച് വുഡ് മിക്സിലാണ് വാർഡ്രോബ് നൽകിയിട്ടുള്ളത്. ടോപ്പിൽ നമ്മൾ ലോഫ്റ്റ് നൽകിയിട്ടുണ്ട്. ഒരു വർക്കിംഗ് ടേബിൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ ഈ സ്പേസിലാണ് നമ്മൾ വർക്കിംഗ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്കതിനൊരു ഗ്ലാസ് ഷെൽഫും നൽകിയിട്ടുണ്ട്. ബോട്ടത്തിൽ ഡ്രോയേഴ്സ് നൽകിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയ വരുന്നത്. ഈ റൂമിൽ വലിയൊരു ഡ്രസ്സിംഗ് ഏരിയ ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു വലിയ ഡ്രസ്സിംഗ് യൂണിറ്റാണ് നൽകിയിട്ടുള്ളത്. ബോട്ടത്തിൽ 2 സൈഡിലുമായിട്ടാണ് നമ്മൾ സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വൺ സൈഡിൽ പ്രൊഫൈൽ ഷട്ടർ കൊടുത്ത് ഫുൾ ഹൈറ്റിലാണ് നമ്മൾ ഷെൽഫ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡിൽ നമ്മൾ മിറർ, ബാക്കിൽ നമ്മൾ ലൂവേഴ്സ് ആണ് നൽകിയിട്ടുള്ളത്. ഒരു വലിയ മിററാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. സീലിംഗ് ഇരിക്കുന്ന ഒരു വുഡൻ കളർ മിക്സ് വരുന്ന രീതിയിലാണ്. നമ്മൾ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് വുഡ്, ബീച്ച് കളർ മിക്സ് ചെയ്ത രീതിയിലാണ്.